വാർത്തകൾ തുടരുന്നു. CPM-ഉം SFI-യുമാണ് തനിക്കെതിരെ പ്രവർത്തിച്ചതെന്ന് ലൈംഗിക പീഡന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ. മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ പരീക്ഷാ നടത്തിപ്പിൽ വലിയ ക്രമക്കേട് നടന്നിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് തനിക്കെതിരെ പരാതി നൽകിയത്. പോലീസും വിദ്യാഭ്യാസ വകുപ്പും കൃത്യമായ അന്വേഷണം നടത്തിയില്ലെന്നും ആനന്ദ് വിശ്വനാഥൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. 11 വർഷക്കാലം കുറ്റവാളിയെന്ന് മുദ്രകുത്തി നടക്കേണ്ടി വന്ന അധ്യാപകനെ ഇന്നലെയാണ് കോടതി നിരുപാധികം വിട്ടയക്കുന്നതും നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നതും. മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം തലവനായിരുന്ന ആനന്ദ് വിശ്വനാഥനാണ് നമുക്കൊപ്പം ഉള്ളത്. സർ, ദീർഘകാലത്തെ ഒരു ദുരിതങ്ങൾക്ക് അല്ലെങ്കിൽ ദുഃഖത്തിന് ശേഷം കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. എങ്ങനെ കാണുന്നു വിധി? ഇത് ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ കുറ്റവാളിയല്ലല്ലോ, അതുകൊണ്ട് ഇത് ബോൾഡായിട്ട് തന്നെ ഫേസ് ചെയ്തു. കുറ്റം ആർക്കും എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഇതൊരു ആരോപണമായിട്ട് മാത്രമായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ പിന്നെ നമ്മുടെ സർവീസിൽ കയറിയപ്പോഴേക്കും നല്ല ഉറ്റ സുഹൃത്തുക്കൾ പോലും ഈ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവരുടെ വാക്കുകളൊക്കെ സൈലൻ്റായിപ്പോയി. പിന്നെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ ഭാഗത്താണ്. അങ്ങനെയാണ് ഞാൻ ഈ അപ്പീലിലേക്ക് പോകുന്നത്. അപ്പീലിനകത്ത് ഞങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്, അതായത് ഈ കേസ് മുനിസിപ്പൽ കോർട്ടിൽ തന്നെ ജയിക്കേണ്ടതായിരുന്നു. അന്ന് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രഷർ എന്തെങ്കിലും ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വക്കീൽ അങ്ങനത്തെ ആയിരുന്നു. ഇപ്പോൾ അശോകൻ സാറായിരുന്നു ഗംഭീരമായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്തത്. അത് മാത്രമല്ല, നമ്മൾ കോടതിയിൽ അണിനിർത്തിയ നമ്മുടെ ഗ്രൗണ്ട്സുകൾ ഓരോന്നായിട്ട് അക്കമിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത്. കോളേജിലെ കോപ്പി അടിക്കാൻ ഉപയോഗിച്ച കള്ളാസുകളടക്കം, അത് അന്വേഷണ കമ്മീഷൻ വന്നത്, ആ ക്ലാസ്സിനകത്ത് മൊഴിയെടുത്തത്, ആ ക്ലാസ്സിനകത്ത് തന്നെ വിറ്റ്നസ് ഉണ്ടായത്, ഇതെല്ലാം കൂടി വെച്ച് നോക്കിയപ്പോൾ, കൂട്ടിയിണച്ച് നോക്കിയപ്പോൾ അത് ആർക്കും പറയാൻ പറ്റും ഇത് കള്ളക്കഥയാണ് അവർ പറഞ്ഞതും. എവിഡൻസ് ഹിയർസേ എവിഡൻസാണ് അത്രയോ. ഹിയർസേ എവിഡൻസ് ഇന്ന് ഒരിക്കലും ഒരു കോർട്ടിലും നിലനിൽക്കുന്നില്ല. ആ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതെല്ലാം പറയിപ്പിച്ചതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതേ കോളേജിൽ ഇതേ സെൻറ്ററിൽ തന്നെ 2014 5/9/2014 അന്ന് വലിയ